ഇന്നിപ്പോൾ എപ്പിസോഡിൻ്റെ ലാസ്റ്റായിട്ട് ആദില അനുമോള് നൂറ വിഷയം കോംപ്രമൈസ് ചെയ്യണ്ടല്ലോ. അതിനുശേഷം ലൈവിൽ കണ്ട കാര്യങ്ങളാണ്. ആദില നൂറ അനുമോള് ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. പെട്ടെന്ന് ആദില എണീറ്റ് പോകുന്നുണ്ട്. അനുമോള് നൂറയോടാണ് എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നത്. അതായത് ബിന്നിയപ്പാനി വിഷയവും പിന്നെ പുറത്തുനിന്ന് വന്നവരുടെ ഉദ്ദേശം, നമുക്കിനിയിപ്പോൾ 100 ദിവസത്തിന് ശേഷം നമ്മൾ പുറത്തിറങ്ങുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെവിടെ ചെന്ന് തീർക്കും, ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം കിട്ടുമോ, നമ്മളാരോടും, അപ്പോൾ നമ്മൾ അനുഭവിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആദിൽ എണീറ്റ് പോകാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് കുറച്ച് മുമ്പായിട്ട് ആദില അക്ബറിനൊരു സാധനം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുമ്പ് ആദിലയുടെ എവിക്റ്റ് ആക്കണ പ്രാങ്കിൻ്റെ അന്ന് ആദിലയ്ക്ക് അനുമോള് ഡ്രസ്സിങ് റൂമിൽ വെച്ച് ടിഷ്യൂ പേപ്പറിൽ ഒരു നമ്പർ എഴുതി കൊടുത്തു. അതായത് ആദില പുറത്ത് പോവുകയാണെങ്കിൽ നൂറയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പുറത്തൊരാളെ നമ്പർ എഴുതി കൊടുത്തതാണ്. ആ കാര്യം ആദില ഓൾറെഡി അക്ബറിനോട് പറഞ്ഞു. അത് അക്ബർ ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്, അത് എല്ലാവരോടും പറയണമെന്ന് പറഞ്ഞ്. ശരിക്ക് ആദിലയ്ക്ക് അതിൻ്റെ കുറ്റബോധം ഇപ്പോൾ ഉള്ളിൽ കിടക്കുന്നുണ്ട്. പിന്നീന്ന് കുത്തിയത് നല്ല ജെന്യുവിൻ ഫ്രണ്ടാണ്.